ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കേ ഇതേപോലെ ഒരു മുട്ട കൊണ്ടുള്ള ഒരു പലഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉണ്ടാക്കാം, വേണമെങ്കിൽ ചായയുടെ കൂടെ കഴിക്കാനുമായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ക്യാപ്സിക്കം, അത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് ചെറുതായിട്ടെടുത്ത് അതും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്തതിന് ശേഷം ഒരു ടൊമാറ്റോയുടെയും കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇനി ഞാൻ ഇതിൽ ചേർക്കുന്നത് നമ്മുടെ എഗ് റോസ്റ്റ് മസാലയാണ്. അതും ഒരു സ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പെപ്പർ പൗഡറും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊറിയാൻഡർ ഉണ്ടല്ലോ, അതും കൂടെ അതിലേക്ക് ചേർത്ത് അതൊന്ന് നന്നായിട്ട് ഇളക്കി, ഇത് എല്ലാം ഒന്ന് ഷാലോ ഫ്രൈ ആയാൽ മതി, ഒത്തിരി ഫ്രൈ ആവണമെന്നില്ല. ഇനി അതിലേക്ക് ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് യോജിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് ഒരു 3 മുട്ടയാണ് പുഴുങ്ങി എടുത്തു വച്ചിരിക്കുന്നത്. ആ മുട്ടയുടെ മഞ്ഞക്കരു നമുക്ക് ഇതുപോലെ എടുത്തൊന്ന് പൊടിച്ച് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സിലേക്ക് കണ്ടല്ലോ, ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പാല്, ഒരു 1/2 കപ്പ് മൈദ, ഒരു മുട്ട, ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം ഇതുപോലെ. ഇനി അതിലേക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം നമുക്ക് ചേർത്തിട്ട് അതും കൂടെ ഈ മാവിലേക്ക് നമുക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനിയൊരു പാനിലേക്ക് ആ മാവ് ഒഴിച്ച് ഇതേപോലെ ദോശ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ നമുക്കിത് അധികം മൂക്കാത്ത വിധത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓരോ പാൻ കേക്ക് പോലെ നമുക്കത് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഫില്ലിങ്, ഓരോ പാൻ കേക്കും എടുത്ത് അതിലേക്ക് ഈ ഫില്ലിങ് വെച്ചതിന് ശേഷം നമ്മുടെ മുട്ടയുടെ വെള്ള പീസ് ഉണ്ടല്ലോ, അതും കൂടെ എടുത്തിട്ട് നമുക്കിതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കിത് ഉള്ളിൽ വെച്ച്, ഞാൻ കുറച്ച് മൈദ ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് ഇതുപോലെ പേസ്റ്റ് പോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പാൻ കേക്കിൻ്റെ 2 സൈഡും ഇതേപോലെ ഒട്ടിച്ച് കൊടുത്ത് നമുക്ക് എല്ലാ പാൻ കേക്കും ഇതുപോലെ നമുക്ക് മുട്ട ഫില്ലിങ്ങും വെച്ച് നമുക്കെടുത്ത് ഒട്ടിച്ചെടുത്ത് മാറ്റി വെക്കാം. ആദ്യമായിട്ടാണ് കൂട്ടുകാർ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ഓരോ പാൻ കേക്കും എടുത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അധികം എരിവൊന്നുമില്ല. മുട്ട ആയതുകൊണ്ട് നമ്മൾ ആ മുട്ടയുടെ മഞ്ഞക്കരു ഇതിലേക്ക് ഫില്ല് ചെയ്ത് ചേർത്തിരിക്കുന്നതുകൊണ്ട്, പൊടിച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഈ പാൻ കേക്കിൽ നമ്മളിത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇത് ഒട്ടും പൊട്ടിപ്പോകാൻ പാടില്ല. നന്നായിട്ട് ഈ മൈദ നന്നായിട്ട് അതിലേക്ക് പേസ്റ്റ് പോലെ തേച്ച് നന്നായിട്ട് ഇതിൻ്റെ അറ്റങ്ങളൊക്കെ യോജിപ്പിച്ച് കൊടുക്കണം. ഇതേപോലെ തന്നെ അങ്ങനെ ഞാനതെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ആ നെയ്യ് ഒന്ന് നന്നായിട്ട് നമുക്ക് ആ പാനിലേക്ക് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഓരോ പാൻ കേക്കും എടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. നല്ല തിരിച്ചും മറിച്ചിട്ട് നമുക്കിതുപോലെ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. അധികം എണ്ണയൊന്നും ചേർക്കാത്തതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. കണ്ടല്ലോ, അതെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും ഒന്ന് ഈ പലഹാരം ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ.